വചനമൊഴി മെയ് 3. വചനഭാഗം കൊളോസോസ് 3:14-17, ലൂക്കായുടെ സുവിശേഷം 24:36-43. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവർ ഇവ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈശോ അവരുടെ മധ്യേ നിന്നു. അവൻ അവരോട് അരുൾ ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അമ്പരന്ന അവരെ ഭയം ഗ്രസിച്ചു. ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നതെന്തിന്? നിങ്ങളുടെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉയരുന്നതെന്ത്? എൻ്റെ കൈകളും കാലുകളും കാണുക, ഞാൻ തന്നെയാകുന്നു. എന്നെ സ്പർശിച്ച് മനസ്സിലാക്കുവിൻ. എനിക്കുള്ളതായി നിങ്ങൾ കാണുന്നത് പോലെ മാംസവും അസ്ഥികളും ഭൂതത്തിനില്ലല്ലോ. ഇതു പറഞ്ഞിട്ട് അവൻ തൻ്റെ കൈകളും കാലുകളും അവരെ കാണിച്ചു. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. ഈശോയിൽ സ്നേഹമുള്ളവര്, ഉയർത്തെഴുന്നേറ്റ ഈശോ ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. അവർ ഇവ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഈശോ അവരുടെ മധ്യേ നിന്നു എന്ന് പറഞ്ഞ ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. എന്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്? ഇതിനു തൊട്ടു മുൻപ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം പങ്കുവെക്കുകയായിരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ മിശിഹായെ ദർശിച്ചതിന് ശേഷം തിരിച്ച് ജെറുസലേമിലേക്ക് വന്ന് അവിടെ മറ്റ് ശിഷ്യന്മാരോട് തങ്ങളുടെ അനുഭവം പങ്കുവെക്കുമ്പോൾ മറ്റ് ശിഷ്യന്മാർ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യവും പത്രോസിന് അവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന കാര്യവും പങ്കുവെച്ചു. ഇപ്രകാരം മിശിഹായുടെ ഉയർപ്പിനെ കുറിച്ച് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും ജെറുസലേമിൽ തങ്ങിയിരുന്ന ശിഷ്യന്മാരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഈശോ അവരുടെ മധ്യേ വന്ന് നിന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. ഉയർത്തെഴുന്നേറ്റ മിശിഹായെ ആ സമൂഹം ഒന്നിച്ച് കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. സുവിശേഷങ്ങളിൽ ഈശോ മിശിഹായുടെ ഉയർപ്പിനെ സ്ഥിരീകരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ശൂന്യമായ കല്ലറയും മറ്റൊന്ന് ഉത്ഥിതനായ മിശിഹായുടെ പ്രത്യക്ഷപ്പെടുന്നു. ഉത്ഥിതനായ ഈശോ പല വിധത്തിൽ പല സാഹചര്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. തോട്ടത്തിൽ മഗ്ദലന മറിയത്തിന് തോട്ടക്കാരനെ പോലെ, മീൻ പിടിച്ചുകൊണ്ടിരുന്ന അപ്പസ്തോലന്മാർക്ക് വലിയ ഒരു മീൻപിടുത്തക്കാരനെ പോലെ, അവിശ്വാസിയായി നിന്ന തോമസിന് വിശ്വാസം പകർന്നു കൊടുക്കുന്ന വിധത്തിൽ, അടച്ചിട്ട മുറിയിൽ ഭയന്ന് നിന്നിരുന്ന ശിഷ്യന്മാർക്ക് ധൈര്യം പകരുന്ന വിധത്തിൽ, ഇന്ന് നാം കാണുന്നതും ശിഷ്യന്മാർ മിശിഹായുടെ ഉത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുകയും അറിയുകയും ചെയ്തിട്ടും അത്ഭുതത്തോടെയും സന്തോഷാധിക്യത്താൽ അവിശ്വസിച്ച് നിൽക്കുമ്പോൾ അവിടുന്ന് തൻ്റെ കൈയും കാലുകളുമൊക്കെ അവരെ കാണിച്ച് ഇത് ഞാൻ ആകുന്നു എന്ന് പ്രബോധിപ്പിക്കുകയും അവരുടെ പക്കൽ നിന്ന് ഭക്ഷണം വാങ്ങി ഭക്ഷിച്ചുകൊണ്ട് സത്യമായും ഉയർത്തെഴുന്നേറ്റവൻ അവരുടെ കൂടെ മുൻപുണ്ടായിരുന്ന മിശിഹ തന്നെയാണ്. ഉയർപ്പ് കേവലം മനസ്സിൻ്റെ ഒരു ചിന്ത മാത്രമല്ല, യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്ന് അവരെ പഠിപ്പിക്കുവാനും പ്രബോധിപ്പിക്കുവാനും വേണ്ടി മിശിഹ പല ആവർത്തി പ്രത്യക്ഷപ്പെടുകയും അവരോട് വചനം പങ്കുവെക്കുകയും അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യുകയാണ്. ഉയർത്തെഴുന്നേറ്റ മിശിഹ നൽകുന്ന ആ ഉറപ്പ്, ഞാൻ ആകുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ആ ഉറപ്പ് ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള കൃപ. ഞാൻ ആകുന്നു, ആകുന്നവൻ ദൈവം, മിശിഹ ദൈവമാകുന്നു, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ദൈവമാകുന്നവൻ നമ്മുടെ കൂടെ വസിക്കുന്നു. അതുകൊണ്ട് ഭയരഹിതരായി ജീവിക്കുവാനും അവൻ നൽകുന്ന
സമാധാനം അനുഭവിക്കുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.